ഒറ്റപ്പാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷമായി താരതമ്യം ചെയ്താൽ വളരെ മികച്ച ഭൂരിപക്ഷമാണ് ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഒറ്റപ്പാലം മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം ലഭിക്കുന്നത്. ഇങ്ങനെ ലഭിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, കഴിഞ്ഞ 5 വർഷക്കാലം MLA എന്നുള്ള നിലയ്ക്ക് പ്രേംകുമാർ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു. മാത്രമല്ല, മണ്ഡലത്തിലെ ഓരോ ആളുകളുടെയും വിഷയങ്ങളിൽ നേരിട്ട് ഇടപെടുന്ന പ്രവർത്തകനായതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ വലിയൊരു മതിപ്പാണ് MLA എന്നുള്ള നിലയ്ക്ക് പ്രേംകുമാറിന് ലഭിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ പാർട്ടി സംഘടന കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളെയും നേരിട്ട് ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ സംസ്ഥാനത്തുണ്ടാവുന്ന തെരഞ്ഞെടുപ്പ് ഫലമല്ല ഈ ഒറ്റപ്പാലത്ത് പ്രതിഫലിക്കാറുള്ളത്. ഏത് തെരഞ്ഞെടുപ്പുണ്ടായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മികച്ച രീതിയിലുള്ള ഒരു വോട്ട് കിട്ടാൻ ആവശ്യമായ ഒരു സംവിധാനമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഉണ്ടായത്. ഇതിൻ്റെ തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, കേരളത്തിൽ പൊതുവിൽ ഇടതുപക്ഷത്തിന് എതിരായിട്ടുള്ള ഒരു വിധിയെഴുത്താണ് ഉണ്ടായത് എങ്കിലും ഈ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മികച്ച വിജയമാണ് ആ തെരഞ്ഞെടുപ്പിൽ നേടാൻ വേണ്ടി കഴിഞ്ഞത്. അന്ന് 2 പഞ്ചായത്തുകളിൽ UDF-നാണ് ലീഡ് ഉണ്ടായിരുന്നത്. ബാക്കി ഒരു മുനിസിപ്പാലിറ്റിയും ബാക്കി വരുന്ന 5 പഞ്ചായത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മികച്ച വിജയമാണ് കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടുമുമ്പ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള വിജയം അതേപടി തന്നെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. അത് പ്രതിഫലിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല സംഘടനാ പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്ന് പറഞ്ഞ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ചിട്ടയാർന്ന പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ സംസ്ഥാനം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു മികച്ച വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. മാത്രമല്ല, നേരത്തെ കരിമ്പുഴ പഞ്ചായത്തിൽ UDF-ന് ലീഡ് ഉണ്ടായിരുന്നെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി കരിമ്പുഴ പഞ്ചായത്ത് ഉൾപ്പെടെ UDF-നെ കൈവിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പൊതുവിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മികച്ച വിജയം കൈവരിക്കാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്.